ഹലോ, നല്ല നമസ്കാരം. സിഡ്നിയിലെ കുറേ കലാകാരന്മാരും കലാകാരികളും ചേർന്ന് പടച്ചുവിട്ട നല്ല കലോപഹാരമാണ് പെപ്പി പോപ്കോണിൻ്റെ ടേക്ക് ഓക്കെ സീൻ 1. അതിലെ ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് ലക്കി ബാസ്റ്റേഡ്. ഒരു ലക്കി ബാസ്റ്റേഡിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ഷോർട്ട് മൂവി ലക്കി ബാസ്റ്റേഡ് ആയിരുന്നു. ലൈഫ് ഡെസ്റ്റിനേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഗാംബ്ലർ ജൂഡ് നടത്തുന്ന ലക്കി ഡ്രോ. ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലോട്ട് വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. 5 പേരുടെ പേഴ്സണൽ ഇമോഷൻസിനെ മണി കൊണ്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴും 4 പേർ വിജയിക്കുകയും ഒരാൾ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഗാംബിളിങ്ങിൽ സാധാരണ ഒരാളാണല്ലോ വിൻ ചെയ്യുക. പരാജയപ്പെട്ടവനെയും വിന്നറായി പ്രഖ്യാപിക്കുവാൻ റൂളിംഗ് ഓഫ് ലോ ശ്രമിക്കുന്നുണ്ട്. അവിടെ നിയമവും പരാജയപ്പെടുകയാണ്. എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങൾ എന്നതിൽ നിന്നും പണം അല്ലെങ്കിൽ മരണം എന്ന ഗാംബ്ലിംഗ് ഡിസിഷൻ നെഗറ്റീവ് കൺസെപ്റ്റാണ് കാഴ്ചക്കാരന് നൽകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 ഷോട്ടുകൾ മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒന്ന്, ഈ ലക്കി ഡ്രോ ആൻഡ് എലിമിനേഷൻ സീന്, അതോടൊപ്പം തന്നെ ബിൻ കളക്ഷൻ ഫ്ലോർ ഷോട്ട്, അതോടൊപ്പം തന്നെ 2 കാറുകൾ തമ്മിലുള്ള സ്റ്റോപ്പ് ചെയ്യുന്ന എയർ ഷോട്ട്. മറ്റൊന്നും തന്നെ ഇതിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടില്ല. ഇതിൻ്റെ നെഗറ്റീവ് പറയാൻ തുടങ്ങിയാൽ സീരിയസ്ലി ഒരുപാടുണ്ട്, എങ്കിലും ചിലത് മാത്രം അടയാളപ്പെടുത്തി പോവുകയാണ്. ഇമോഷണലി ഒട്ടും ഡെപ്തില്ലാത്ത ക്യാരക്ടറാണ് 5 പേരും. അതുകൊണ്ട് തന്നെ അഡാർ ബേസ്ഡാണ് സ്ക്രീൻ പ്ലേ. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ 2 പേർ വളരെ നാച്ചുറലായിട്ട് ആക്ട് ചെയ്തു. വൺ മിസ്റ്റർ മാർക്ക് ആൻഡ് സുന്ദരിക്കുട്ടി. ഒരു എൻ പിള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു മധുമോഹൻ പെർഫോമൻസ്, പ്രൊഫസർ ജയന്തി, അങ്ങനെയുള്ള പെർഫോമൻസാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി 3 പേരുടെയും എൻ പിള്ള പെർഫോമൻസ് ലെവലിൽ ചെയ്ത ഒരു ശ്യാം എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രാമാറ്റിക് പെർഫോമൻസിൽ നിന്നും ഈ ക്യാമറ പെർഫോമൻസിലേക്ക് അദ്ദേഹത്തിന് വണ്ടി കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്കൊക്കെ അദ്ദേഹം 6-ാം തമ്പുരാനാകാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാക്ക് സ്റ്റോറിയിലും ചരിത്രപരമായിട്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ നിറഞ്ഞതാണ്. 45 വയസ്സുള്ള ഒരു മനുഷ്യൻ 80-90 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ കുടിയാൻ അടിയാൻ വ്യവസ്ഥ ഇല്ലായിരുന്നു എന്നതും ശ്യാം സുന്ദർ എന്ന് പറയുന്ന ഗാംഭീര്യമുള്ള ആ നാമം ആ കാലഘട്ടത്തിൽ അടിയാൻ്റെ മകന് അടയാളപ്പെടുത്തി കൊടുത്തതും ചരിത്രപരമായ മിസ്റ്റേക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പണത്തിനോട് നല്ല ആർത്തിയുള്ള മനുഷ്യൻ തറയിൽ കിടക്കുന്നത് പോലും നക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ആ ക്യാരക്ടർ ഒട്ടും ഡെപ്തില്ലാത്ത ഒരു 6-ാം തമ്പുരാനായി എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ മറ്റൊരു മുസ്ലിം കഥാപാത്രം അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം, ഡയലോഗ് മോഡുലേഷൻ പ്രൊഫസർ ജയന്തിയെ അടയാളപ്പെടുത്തുകയാണ് ചെയ്തത്. നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, പക്ഷേ ജീവിത ലക്ഷ്യത്തിൽ വർഗീയത കടന്നുകൂടുന്നുണ്ട്. 19ാമത്തെ വയസ്സിൽ വിവാഹിതയാകുന്ന ഐഷയുടെ ഇപ്പോഴത്തെ ജീവിതവും ഫ്യൂച്ചർ ലൈഫും ഒരു കുലബന്ധവും ഇല്ല എന്നതും ആ കഥാപാത്രത്തെ കാഴ്ചക്കാരൻ്റെ മറവിയിലേക്ക് തള്ളിവിടുകയാണ്. ഈ കഥാപാത്രത്തിൻ്റെ ശബ്ദത്തിനോടൊപ്പം ലിപ്പ് ഒട്ടും സിങ്കാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ആ വീട്ടിനകത്തുള്ള സീനിൽ എഡിറ്റിങ്ങിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ഓക്കെ, എന്തായിരുന്നാലും അത് കാണുന്നവർക്ക് മനസ്സിലാകും. പിന്നെ മറ്റൊരു കഥാപാത്രം ജൂഡ്. പെണ്ണുപിടിയനും കഞ്ചാവ്, മദ്യം, ലഹരികളിൽ മതിമറക്കുകയും പൊട്ടിപ്പോയ പട്ടം പോലെ പറന്നു നടക്കുന്ന ജൂഡ് എന്ന കഥാപാത്രം നല്ല കിടിലം ബോറിംഗ് ആയിരുന്നു. കുറേ പാട്ടുകളും ക്രിഞ്ച് ഡയലോഗുകളും ഒക്കെ തിരികെ കയറ്റി ലാഗടിപ്പിക്കുന്നുണ്ട് ഈ കഥാപാത്രം. ഇടയ്ക്ക് എവിടെയോ മംഗലശ്ശേരി നീലകണ്ഠനാകാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്, പക്ഷേ ക്ലൈമാക്സിൽ മാത്രമാണ് അല്പമെങ്കിലും ആശ്വാസം. പിന്നെ 2 പോലീസ് കഥാപാത്രങ്ങൾ കുറ്റം പറയാത്ത വിധത്തിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് വളരെ കാഷ്വലായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു എക്സിക്യൂട്ടീവ് ലുക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ പോസ്റ്റർ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ക്യാമറ, എല്ലാ ഷോട്ടുകളും വളരെ പ്ലെയിനായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്പെഷ്യലി ഈ കാറിനകത്തുള്ള 2 പേർ, ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഷോട്ടുകൾ 1 by 1 സിംഗിൾ ഷോട്ടുകളാണ് എല്ലാം തന്നെ. ഇവർ 2 പേരും തമ്മിലുള്ള ഒരു സ്ക്രീൻ സ്പേസ് പോലും ഇല്ലായിരുന്നു എന്നതാണ്. ഈ കാറിനകത്ത് ഒരു ഷോട്ട് പോലും അങ്ങനെ ഇല്ല. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു നൈറ്റ് മോഡിൽ ഒട്ടും ലൈറ്റ് ഇല്ലായിരുന്നു എന്നതും എനിക്ക് നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ വീടിനകത്തുള്ള പിന്നെ ആക്സിഡൻ്റ് സീനിൽ പലതിലും കളറിങ് ഇല്ല, അതിൽ ലൈറ്റുമില്ലായിരുന്നു.
പിന്നെ ഇതിൻ്റെ വീഡിയോസ് ഒട്ടും ക്വാളിറ്റി ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ഈ സാധനം എടുത്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം വലിയ സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തപ്പോൾ അത് ഒട്ടും ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ 4K 120 എടുത്തെങ്കിൽ മിനിമം ഒരു 16 or 70 mm നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുവാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 6Kയിലെങ്കിലും സീനുകൾ പകർത്തണമായിരുന്നു. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് വളരെ പ്ലെയിൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു തരത്തിലുള്ള എഫക്റ്റും ഇല്ലായിരുന്നു. ബാസ് കൂടിയിട്ടുണ്ടല്ലോ, ഒരു അസ്വസ്ഥതയാണ് എനിക്ക് പിന്നെ തിയേറ്ററിനകത്ത് ഉണ്ടായത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒട്ടും ഒരു സീനിനെ പോലും എൻഹാൻസ് ചെയ്യുവാൻ വേണ്ടി സഹായിച്ചിട്ടില്ല. ഒരുമാതിരി ഈ ഭക്തിഗാനങ്ങളുടെയും പള്ളി അന്തരീക്ഷത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങളായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ക്ലൈമാക്സ് സീനിൽ വളരെ നിശബ്ദമായിരുന്നു. ആ സീനിന് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ചിലപ്പോഴൊക്കെ നമുക്കുണ്ടല്ലോ ഈ നിശബ്ദതയൊക്കെ ഉണ്ടല്ലോ ഇടലം ബ്യൂട്ടി ആയിരിക്കും. പക്ഷേ ആ ക്ലൈമാക്സ് സീനിൽ ഈ മറ്റു കഥാപാത്രങ്ങളുണ്ടല്ലോ, ആ കഥാപാത്രങ്ങളുടെ അലർച്ച കൊണ്ടുണ്ടല്ലോ ശരിക്കും ഒരു അസ്വസ്ഥത മാത്രമാണ് ഉണ്ടാക്കിയത്. അവിടെ എന്തെങ്കിലുമൊക്കെ മ്യൂസിക് ചെയ്യാമായിരുന്നു. പിന്നെ ചെണ്ടയുടെ അകമ്പടിയും ആൻറ്റി ക്ലൈമാക്സിൽ മാത്രമാണ് അല്പമെങ്കിലും മ്യൂസിക് നന്നായി എന്നെനിക്ക് തോന്നിയത്. മൊത്തത്തിൽ എനിക്കൊരു സോസ് ഫീൽ മാത്രമാണ് ലക്കി ബാസ്റ്റേഡ് നൽകിയത്. പിന്നെ ഒരു 3 ഉണ്ട്, 3 സിനിമകളുടെ ഉണ്ട്. ഫോറസ്റ്റ് അപരാധമാണെന്ന് ഞാൻ പറയും അതിനെ കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ ഒരു ത്രികോണ അപരാധം. നല്ലതിനെ നല്ലതാണെന്നും തോളിൽ തട്ടി അഭിനന്ദിക്കുവാനും കെട്ടതിനെ കെട്ടതാണെന്ന് പറയുവാനുള്ള ആർജവും സിനിമയെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന മാമനോടൊന്നും തോന്നലട മക്കളെ, എനിക്കത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ 2ാമത്തെ പാർട്ടിൽ നമുക്ക് കാണാം. താങ്ക് യു.